കോളേജിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ ഷാഫി പറമ്പിലിന് നമ്മുടെ കോളേജ് ക്യാമ്പസിലേക്ക് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. മഹത്തായ പാരമ്പര്യമുള്ള ഈ മണ്ണിൽ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ, ജനാധിപത്യബോധത്തിന്റെ, മതേതര മൂല്യങ്ങളുടെ നേരുദാഹരണമായി ആവേശോജ്ജലമായ സ്വീകരണം നൽകിയ തുഞ്ചംപറമ്പിലെ കർമ്മധീരരും സ്നേഹനിധികളുമായ KSUവിന്റെ പടക്കുതിരകളെ ആദ്യമായി സംസ്ഥാന KSU കമ്മിറ്റിയുടെ പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്യുന്നു. സംസ്ഥാന KSU കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇതൊരു കലാലയമാണ്. ഇതൊരു സർക്കാർ നിയന്ത്രിത കലാലയമാണ്. ഈ കലാലയത്തിനകത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. അതുപോലെ മറ്റു പ്രസ്ഥാനങ്ങൾക്കും അവകാശമുണ്ട്. ഒരു പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ആ ക്യാമ്പസിലെ കലാലയങ്ങളിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ വരുമ്പോൾ അവിടെ വന്ന് മുദ്രാവാക്യം വിളിക്കേണ്ട ഗതികേടിലേക്ക് ഈ ജാഥ ഞാൻ തുടങ്ങിയത് കോഴിക്കോട് ദേവഗിരി കോളേജിന്റെ നടുമുറ്റത്ത് നിന്ന്. ആ ദേവഗിരി കോളേജിന്റെ നടുമുറ്റത്ത് നിന്ന് ഈ ജാഥ ആരംഭിക്കുമ്പോൾ എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഈ പതാക എന്റെ കയ്യിൽ തന്നത് ബദറുൽ മുനീർ എന്ന് പറയുന്ന ശ്രീ ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാ. അവിടുത്തെ RSSകാരന്റെ, NDFകാരന്റെ, CPMകാരന്റെ ക്രൂരമായ മർദ്ദനത്തിനിരയായി കയ്യിലെ ഞരമ്പ് പോലും മുറിക്കപ്പെട്ട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിൽ കിടക്കുമ്പോൾ ഈ ജാഥ തുടങ്ങുന്നെന്നറിഞ്ഞ് ആ ജാഥയുടെ സ്ഥലത്തേക്ക് വന്ന ആ സുഹൃത്തിന്റെ കയ്യിൽ നിന്നാണ് അക്രമ രാഷ്ട്രീയത്തിനെതിരായി ഈ പ്രചരണ ജാഥയുടെ പതാക ഞാൻ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ഞാൻ ചോദിച്ചോട്ടെ, ഞങ്ങൾ ഉയർത്തുന്ന ആശയങ്ങളോട് നിങ്ങൾക്ക് സംവദിക്കാം. ഞങ്ങൾ വോട്ട് ചോദിക്കുന്നതിനായി എന്തുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യരുത് എന്ന് നിങ്ങൾക്ക് പറയാം. അതല്ലെങ്കിൽ എന്തുകൊണ്ട് SFIക്ക് വോട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് പറയാം. അതൊന്നും പറയാതെ ഞങ്ങളുടെ കുട്ടികളെ പ്രകടനം നടത്താനോ ഞങ്ങളെ പ്രസംഗിക്കാനോ അനുവദിക്കാതെ ഞങ്ങളുടെ മുന്നിൽ വാതിലുകൾ കൊട്ടിയടച്ചതുകൊണ്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നാണ് നിങ്ങൾ വ്യാമോഹിക്കുന്നതെങ്കിൽ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാവപ്പെട്ട SFI പ്രവർത്തകരുമുണ്ട്. ഞാൻ നിഷേധിക്കുന്നില്ല. ആ പാർട്ടിയുടെ കൊടി പിടിച്ച് പാർട്ടി പറയുമ്പോൾ മുദ്രാവാക്യം വിളിക്കാനും, പാർട്ടി പറയുമ്പോൾ ജാഥ നടത്താനും, പാർട്ടി പറയുമ്പോൾ സമരം നടത്താനും പോകുന്ന പാവപ്പെട്ട SFI പ്രവർത്തകരോട് പറയാനുള്ളത്, നിങ്ങളുടെ നേതാവ് സിന്ധു ജോയ് ഞാനും നിങ്ങളും കുറെ കണ്ടിട്ടുണ്ട്. 2 വർഷക്കാലം ക്രിസ്റ്റസ് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ തെരുവോരങ്ങളിലൂടെ നടന്നു. പോലീസിന്റെ ലാത്തിയേറ്റ് എന്തിനു വേണ്ടി നടത്തി? 50:50 സീറ്റ് പോരാ, 100% മറിച്ചു വേണമെന്ന് പറഞ്ഞ് സമരം നടത്തി. പോലീസിന്റെ അടിയേറ്റ് 2 വർഷം സഹായത്തോടെ നടക്കേണ്ടി വന്നു. ആ 2 വർഷക്കാലം ആ കുട്ടി അങ്ങനെ നടന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 4.5 വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റാ. ഈ 50:50 പോലും നടപ്പിലാക്കാൻ കഴിയാതെ ഇവിടുത്തെ സ്വാശ്രയ മുതലാളിമാരുടെ കാൽക്കൽ നക്കുന്ന നാണം കെട്ട മന്ത്രിമാരെ സൃഷ്ടിച്ചതല്ലാതെ എന്താണ് ഇവർക്ക് കഴിഞ്ഞിട്ടുള്ളത്? ചുരുങ്ങിയ പക്ഷം സിന്ധു ജോയോടെങ്കിലും ഒന്ന് മാപ്പ് പറയാൻ SFIക്കാർ തയ്യാറാകണമെന്നാണ് നമുക്ക് പറയാനുള്ളത്.